എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, നമ്മെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ദൈവത്തിന്റെ അതിപരിസ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചനത്തിൻ ചിന്ത, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. For where your treasure is, there will your heart be also. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനം കൂടി ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ സ്വർഗീയ മന്ന പരിശുദ്ധാത്മാവേ അത് ഞങ്ങൾക്കായി വിളമ്പിത്തന്ന് അത് വ്യാഖ്യാനിച്ച് തന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. For where your treasure is, there will your heart be also. സാധാരണ നമ്മളിൽ പലരും കരുതുന്ന ഒരു കാര്യമാണ്, ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, ഏറ്റവും വലിയ ധനവാനാണ് കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് എന്നാണ്. അതൊരിക്കലും ശരിയല്ല. എങ്കിൽ അവരൊന്നും ആത്മഹത്യ ചെയ്യുകയില്ലല്ലോ. അടുത്ത കാലങ്ങളിൽ പ്രശസ്തരായ പലരും ആത്മഹത്യ ചെയ്തു. അതിൽ കോടീശ്വരന്മാരും പ്രശസ്തരായ സിനിമാ നടന്മാരും സൗന്ദര്യ റാണിമാരും ഉണ്ടായിരുന്നു. അത് ഈ സമ്പത്തോ പ്രശസ്തിയോ സൗന്ദര്യമോ അല്ല ജീവിതത്തിന് ആധാരം. സമ്പത്തുണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, സമ്പത്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യം. എന്നാൽ സമ്പത്തിലും സൗന്ദര്യത്തിലും പ്രശസ്തിയിലും ആശ്രയിക്കുന്നവരായി നാം ഒരിക്കലും മാറരുത്. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കും. സ്തോത്രം. സ്വർഗത്തിൽ നിക്ഷേപം വേണ്ട വിധം ഉണ്ടെങ്കിൽ ഭൂമിയിലെ ബാങ്ക് അക്കൗണ്ട് അല്പം കുറഞ്ഞു പോയാലും പരിഭവം ഉണ്ടാകും. നിക്ഷേപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദൈവം കർത്താവ് യേശു നമ്മളെ പഠിപ്പിക്കുന്ന കുറിവാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ളതാണ്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. യേശുക്രിസ്തുവാണ് നമ്മുടെ നിക്ഷേപം. അപ്പോൾ ആ നിക്ഷേപമാകുന്ന യേശുക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം ഹൃദയം. ആ നെഞ്ചത്ത് കൈവച്ചൊന്ന് തന്നെത്താനൊന്ന് പറയാവോ, എൻ്റെ നിക്ഷേപം യേശുക്രിസ്തുവിലാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് നമ്മുടെ കർത്താവിന് ചിലത് പറയാനുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 20-21 വാക്യം. മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും. ചോദിച്ചേക്കാമെന്നല്ല, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചേക്കാം എന്നല്ല, ചോദിക്കും എന്നാണ്. അപ്പോൾ ദൈവ വിഷയമായി സമ്പന്നരാകുക എന്നുള്ളതാണ്
ദൈവത്തിന്റെ ആഗ്രഹം. അതാണ് നശിച്ചു പോകാത്ത നിക്ഷേപം. 2 തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്. ഒന്ന്, തനിക്ക് തന്നെ നിക്ഷേപിക്കും. 2, അകത്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ നിക്ഷേപിക്കും. എന്താ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്? വീണ്ടും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം തിരുവചനം. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദ്രവ്യാഗ്രഹം മൂത്ത് രക്ഷ നഷ്ടപ്പെടുത്തിയ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സമൃദ്ധി ദൈവത്തിന്റെ അനുഗ്രഹവും ദാനവുമാണ്. സ്തോത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. മുഴുവനും അനുഗ്രഹത്തെക്കുറിച്ച്. അതിനുശേഷം വരുന്നത് ശ്രദ്ധ വെച്ച് പഠിക്കണം. അപ്പോൾ സമൃദ്ധി ദൈവത്തിന്റെ അനുഗ്രഹവും ദാനവുമാണ്. എന്നാൽ ആ തിരിച്ചറിവില്ലാതെ പോകരുത്. കാരണം ആത്മാവിനെ ദൈവം എപ്പോൾ വേണമെങ്കിലും തിരിച്ചു ചോദിക്കും. ആ കാര്യം ഉറപ്പാക്കി വേണം ഈ ഭൂമിയിൽ യാത്ര ചെയ്യാൻ. മരണം ഏത് നിമിഷവും നമ്മെ പിടികൂടും എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വലിയ ശാശ്വത നിക്ഷേപം സ്വർഗത്തിൽ നാം ഒരുക്കിക്കൊണ്ടേയിരിക്കണം. ആ നിത്യത നാം അനുഭവിക്കണം. നമ്മെ നീതിയിലും സത്യത്തിലും വഴി കാണിച്ച് നമ്മെ സ്വർഗീയ നിക്ഷേപമായ നിത്യതയിലേക്ക് നയിക്കുന്നതിനുള്ള സഹായകനാണ് പരിശുദ്ധാത്മാവായ ദൈവം. ഏത് കാര്യത്തിനും ഈ സഹായകന്റെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ചോദിക്കണം. സഹായകനെ തന്നിട്ട് പോയിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവായുള്ള ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കിടക്കുന്ന ചുഴിയിലും ചെളിക്കുണ്ടിലും മരണക്കിണറിലും ഒന്നും വീഴത്തില്ലായിരുന്നു. നാം ദൈവാനുഗ്രഹത്താൽ നേടിയെടുക്കുന്ന നേട്ടങ്ങളിൽ ആശ്രയിച്ച് യേശു എന്ന നിക്ഷേപത്തെ വിട്ടുകളയല്ലേ, മറന്നുപോകല്ലേ. സ്തോത്രം. ഒരു സ്കാനിങ് മെഷീൻ വെച്ച് ഓരോരുത്തരെയും സ്കാൻ ചെയ്ത് എയർപോർട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ ഉള്ളിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും എങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കാണാം. അത് എടുത്തു കളഞ്ഞാലേ കർത്താവ് യേശുക്രിസ്തു വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ലോക യാത്രയിൽ നിത്യതയുണ്ടെന്ന കാര്യം ഒരിക്കലും മറന്നുപോകരുത്. ആ നിക്ഷേപം മനസ്സിലുള്ളവർ ഇങ്ങനെ പറയും. നിക്ഷേപം? കർത്താവായ യേശുക്രിസ്തു എന്ന നിക്ഷേപം മനസ്സിലുള്ളവർ ഇപ്രകാരം പറയും: എൻ്റെ സമ്പത്ത് ദൈവത്തിൻ്റെതാണ്, എൻ്റെ പ്രശസ്തി, എൻ്റെ സൗന്ദര്യം, എൻ്റെ കഴിവുകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പുകഴുവാനൊന്നുമില്ല കേട്ടോ. എൻ്റെ ഏകാന്തത, എൻ്റെ രോഗം, എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ വേദനകൾ, എൻ്റെ പ്രതികൂലങ്ങളെല്ലാം ദൈവം എൻ്റെ നന്മയ്ക്കായി അനുവദിച്ചതാണ്. താൻ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ശരിക്കും ഈ ലോകത്തിലെ ജീവിതത്തിൽ നമുക്കൊന്നും നഷ്ടമാകുന്നില്ല, എല്ലാം ലാഭമാണ്. എന്തെങ്കിലും നഷ്ടപ്പെടണമെങ്കിൽ ജനിച്ചപ്പോഴേ കൈ നിറയെ കൊണ്ടുവരണോ? ജനിച്ചു വീണപ്പോൾ കയ്യിലും എല്ലാം ഉണ്ടായിരുന്നു, കൈ ചുരുട്ടി പിടിച്ചണ്ടാ വന്നേ. തിരിച്ചു പോകുമ്പോഴോ അത് മലക്കെ തുറന്നു വെച്ചിട്ട് പറയതേ ഞാനൊന്നും എടുത്തിട്ടില്ലേ, ഞാൻ പോകുകയാണെന്നും പറഞ്ഞ് ടാറ്റായും പറഞ്ഞു പോകും. അപ്പോൾ ദൈവം എല്ലാം നമുക്ക് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് അനുവദിക്കുന്നത്. ഇതുവഴി എൻ്റെ പ്രാണനാഥൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിക്ഷേപം ഒരുക്കി. സ്തോത്രം. ലോകത്തിൽ നാം നേടിയെടുക്കുന്നതല്ല നിത്യമായ നിക്ഷേപം. അതുകൊണ്ട് ലോകത്തിൽ നാം നേടിയെടുക്കുന്നതല്ല നിത്യമായ നിക്ഷേപം. സ്തോത്രം. യോബച്ചൻ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന്? നഗ്നനായി ഞാൻ പോകുന്നു. ദൈവം തന്ന് ദൈവം എടുത്ത് ദൈവത്തിന് സ്തുതി. ദൈവവിഷയത്തിൽ സമ്പന്നരായി നാം നേടിയെടുക്കുന്നതാണ് നിത്യമായ നിക്ഷേപം. അത് പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. സ്തോത്രം. അതുകൊണ്ട് ഈ ലോകം വെച്ച് കിട്ടുന്ന സുഖ സൗകര്യങ്ങളിൽ ചെന്ന് വീണു കൊടുക്കാതെ കർത്താവായി നമുക്ക് തന്നിരിക്കുന്ന ആ നിത്യ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള സ്വപ്നമായിരിക്കണം എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. അപ്പം നിത്യമായ നിക്ഷേപം, ആ നിക്ഷേപം സ്വർഗത്തിൽ ഒരുങ്ങുന്നുണ്ട്. ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ജീവിതത്തെ ഒരുക്കാം. ആയതിന് കർത്താവിൻ്റെ അനന്തമായ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് ഓടാം. ഈ ചിന്തകളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് ഉത്തരം തരുന്നതിനായി നന്ദി പറയും. ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം തന്ന് ഞങ്ങളെ മാനിക്കുന്നതിനായി നന്ദിയപ്പ. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്തോത്രം. ഈ ജീവിതയാത്രയിൽ സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവേ, നിത്യ സൗഭാഗ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തി, ഹൃദയങ്ങളെ ഉയർത്തി, കണ്ണുകളെ ഉയർത്തി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന
വിശുദ്ധ ജീവിതം ഓടിത്തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എക്സാം എഴുതുവാൻ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കഴിഞ്ഞ എക്സാമിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അറ്റൻഡ് ചെയ്യുവാൻ മക്കളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തുടർന്നുള്ള പഠനത്തിനായിട്ടുള്ള ആ സ്വർഗീയ ആലോചന മക്കൾക്ക് നൽകണമേ. ദൈവഹിതപ്രകാരമുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കുവാൻ മക്കളെ സഹായിക്കണം. അതിനുള്ള സാമ്പത്തികമായ നന്മകളെ അവരുടെ മാതാപിതാക്കളുടെ കരങ്ങളിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, ഞങ്ങളുടെ വയലുകളെ, മാകുഴക്കുന്ന തൊട്ടിയെ, തുരുത്തിയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. സ്തോത്രം കർത്താവേ, പ്രത്യാശയോടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ കരങ്ങളെ ബലപ്പെടുത്തണം, കൈകാലുകളെ ബലപ്പെടുത്തണം. നിരാശരാകാതെ പ്രത്യാശയോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ സ്വർഗീയ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്യനാടുകളിൽ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, കൂട്ടുവിശ്വാസികളെ എല്ലാവരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കും. സ്വർഗോന്മുഖമായ ഒരു യാത്ര ചെയ്യുവാൻ, സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവരായി ജീവിക്കുവാൻ എൻ്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിത്യത നഷ്ടപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, നിത്യ സൗഭാഗ്യം എപ്പോഴും അതിൽ ആനന്ദിച്ച് മുന്നോട്ട് പോകുവാൻ മക്കളെ സഹായിക്കണം. ഈ സമയത്ത് യാത്ര ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആകാശ മാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ രാജ്യത്ത് നടക്കുന്ന യുദ്ധം സമാധാനപൂർവ്വം ആ യുദ്ധം അവസാനിക്കുവാൻ, ദുഷ്ടൻ ആ ദേശത്തുനിന്ന് വിട്ട് അവിടെ പാർക്കുന്ന മക്കൾക്ക് സമാധാനം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. ഉക്രൈനും റഷ്യയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സ്തോത്രം, ആ ക്രൂരത നിർത്തി ആ രാജ്യത്തും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചതിനായി നന്ദി. പ്രാർത്ഥനീയ ഞാൻ കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാം എന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാം എന്നേശുവേ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.